കേരളത്തിൽ പല രാഷ്ട്രീയ മാറ്റങ്ങളും ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുൻപായി ഉണ്ടാകും. അത് യാഥാർത്ഥ്യം തന്നെയാണ്. അത് പല പല കാലങ്ങളായി അങ്ങനെ തന്നെയാണ്. മുന്നണി മാറ്റങ്ങൾ സംഭവിക്കാം. ചില രാഷ്ട്രീയ പാർട്ടികൾ പുതുതായി രൂപം കൊള്ളുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. നമുക്കറിയാം, ഇപ്പോൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ നമ്മൾ ഉയർന്നു കേട്ട ഒരു വാർത്തയാണ് PV അൻവർ UDF-ലേക്ക്, ജയിലിൽ കിടക്കുന്ന PV അൻവർ UDF-ലേക്ക് എത്തുന്നു എന്നുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുന്നു. സത്യത്തിൽ PV അൻവർ പോവേണ്ടത് അവിടെ തന്നെയാണ്. ആ DMK എന്ന് പറയുന്ന പാർട്ടി ഒരുപക്ഷെ അടിഞ്ഞു ചേരേണ്ട സ്ഥലം UDF തന്നെ ആവാനാണ് സാധ്യത. എന്നാൽ CMB എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷി ഒരുപക്ഷെ എന്നല്ല, CMB-യിലെ CP ജോൺ എന്ന് പറയുന്ന നേതാവ് അതിനെ മനസ്സാൽ ഉൾക്കൊണ്ട് ശാരീരികമായും മാനസികമായും പ്രാപ്തമായ ഒരവസ്ഥയിലാണ്. കാര്യം PV അൻവർ വന്നോട്ടെ, PV അൻവറിനെ കൊണ്ട് എന്തൊക്കെയോ ചില പ്രയോജനങ്ങൾ ഉണ്ടാകും എന്നുള്ള നിലയിൽ തന്നെയാണ് CMB-യുടെ നിലനിൽപ്പ്. എന്നാൽ അതേസമയം ഈ RSP എന്ന് പറയുന്ന പാർട്ടിയെ, ഷിബു ബേബി ജോണിൻ്റെ RSP എന്ന് പറയുന്ന പാർട്ടിക്ക് അത്ര കണ്ട് PV അൻവറിൻ്റെ വരവ് പിടിച്ചിട്ടില്ല. അതിനോട് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതിന് പറഞ്ഞ മറുപടി അതായത് ആ ഷിബു ബേബി ജോൺ പറഞ്ഞത് ഒരു അച്ചാറിൻ്റെ കഥ പോലെയാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മൾ ആദ്യം വിചാരിക്കുക അച്ചാറിടാൻ പോവുകയാണ് PV അൻവറിനെ എന്ന്. PV അൻവർ ഉപ്പിലിട്ട മാങ്ങയാണ് എന്നാണ് പറഞ്ഞത്. PV അൻവർ ഉപ്പിലിട്ട മാങ്ങ, കുറച്ചുകൂടി ഉപ്പ് പിടിക്കാനുണ്ട് എന്നാണ് പറഞ്ഞത്. അതിൻ്റെ അർത്ഥം ഇവിടേക്ക് വരാൻ മാത്രം പ്രാപ്തി ഉണ്ടാകാത്ത ഒരു നേതാവാണ് PV അൻവർ എന്ന് തന്നെയാണ്. ഞങ്ങൾക്കൊന്നും വലിയ താല്പര്യമില്ല, കുറച്ചുകൂടെയൊക്കെ ഉപ്പ് പിടിക്കാനുണ്ട് എന്ന് വെച്ചാൽ കുറച്ചുകൂടെയൊക്കെ നിലപാടുകളിൽ മാറ്റം വരുത്തേണ്ടതുണ്ട്. പിന്നെ തന്നെയുമല്ല, ഇവർക്ക് തന്നെ ഒരു അഭിപ്രായമുണ്ട്, PV അൻവർ എന്ന് പറയുന്ന നേതാവിന് ഒരു രാഷ്ട്രീയ സ്ഥിരതയില്ലാത്ത നേതാവാണ്. നമുക്കറിയാം, കുറച്ച് കോൺഗ്രസിൻ്റെ ഭാഗമായിരുന്നു, ലീഗിൻ്റെ ഭാഗമായിരുന്നു, ഏറനാടും സ്വതന്ത്രനാവുന്നു, അതിനുശേഷം ഇടതുപക്ഷത്തേക്ക് ചേക്കേറുന്നു, നിലമ്പൂരിൽ നിന്ന് MLA ആകുന്നു, അവിടെ നിന്ന് നേരെ DMK എന്ന് പറയുന്ന പാർട്ടിയിലേക്ക് പോകാൻ ശ്രമിക്കുന്നു, ദ്രാവിഡ മുന്നേറ്റ കഴകം, അവിടേക്ക് പോകാൻ ശ്രമിക്കുന്നു, അവിടെയും രക്ഷയില്ലാതെ വന്നിട്ട് നിലവിൽ ഇവിടെ വന്നതിന് ശേഷം അവരുടെ ഡെമോക്രാറ്റിക് മൂവ്മെൻറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന പാർട്ടി ഉണ്ടാക്കുന്നു. അതിനുശേഷം അവിടെ സ്ഥാനാർത്ഥികളെ രണ്ടിടത്ത് സ്ഥാനാർത്ഥികളെ നിർത്തുന്നു, എന്നിട്ട് പ്രിയങ്ക ഗാന്ധിക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഒടുവിൽ തൃണമൂൽ കോൺഗ്രസുമായി സന്ധി ചെയ്യാൻ ശ്രമിക്കുന്നു, മമതാ ബാനർജിയുമായി കൂടിക്കാഴ്ച നടത്താൻ ശ്രമിക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള കുറേ കാര്യങ്ങളുമൊക്കെ ആയിട്ട് PV അൻവർ പോകുമ്പോൾ എവിടെയാണ് PV അൻവറിന് രാഷ്ട്രീയ സ്ഥിരതയുണ്ടായത്? കാലം നമ്മൾ ഇത്രയും പരിശോധിക്കുമ്പോൾ ഒരുപക്ഷെ RSPയുടെ ആ അഭിപ്രായത്തോട് യോജിക്കേണ്ടി വരും. എവിടെയാണ് PV അൻവർ സ്ഥിരമായി ഒരു രാഷ്ട്രീയക്കാരനായി മാറിയത്? ഒരിടത്തും PV അൻവർ രാഷ്ട്രീയക്കാരനായിരുന്നില്ല, മികച്ച രാഷ്ട്രീയക്കാരനായിരുന്നില്ല. എന്തൊക്കെയായിരുന്നു ഇവിടെ ഉയർത്തിയ പ്രശ്നങ്ങൾ? UDF-നെതിരായി തന്നെ എന്തെല്ലാം ആരോപണങ്ങൾ ഉന്നയിച്ചു? ഈ പറയുന്ന പോലെ നമ്മളൊന്ന് പരിശോധിച്ചാൽ കാണാം, VD സതീശനെതിരായ ഒരു ആരോപണം ഉന്നയിച്ച ഒരാളല്ലേ PV അൻവർ. അപ്പോൾ അങ്ങനെ PV അൻവർ VD സതീശനെതിരായ ആരോപണം ഉന്നയിക്കുന്നു. എന്നിട്ട് ആ ആരോപണങ്ങളിൽ കഴമ്പില്ല എന്ന് ആരൊക്കെയോ എവിടെയൊക്കെയോ മനസ്സിലാക്കുന്നു. അപ്പോൾ അങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങൾ ഇവിടെ നടക്കുന്നു. അതോടൊപ്പം ഇവിടെ നമുക്കറിയാം, കോൺഗ്രസിൻ്റെ തലതൊട്ടപ്പന എന്ന് എല്ലാവരും വിശേഷിപ്പിക്കുന്ന രാഹുൽ ഗാന്ധിയെക്കുറിച്ച് എന്താണ് പറഞ്ഞത്? രാഹുൽ ഗാന്ധിയെ പച്ചയ്ക്ക് തന്തയ്ക്ക് വിളിച്ച ഒരു നേതാവല്ലേ PV അൻവർ. അതായത് രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കണം എന്നല്ലേ പറഞ്ഞത്? അതായത് രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കണം, എന്നിട്ട് അവസാനം പറഞ്ഞു പൊളിറ്റിക്കൽ DNA എന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താണ്? രാഷ്ട്രീയ DNA പരിശോധിക്കണം അത്രയും. ഇങ്ങനെ കോൺഗ്രസിനെ അനാവശ്യമായ പല പരാമർശങ്ങളും നടത്തി 150 കോടിയുടെ വിവാദം കൊണ്ടുവെക്കുന്നു. ഇവിടുത്തെ രാഹുൽ ഗാന്ധിയെ പച്ചയ്ക്ക് തന്തയ്ക്ക് വിളിക്കുന്നു. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തു വന്ന PV അൻവർ എന്ന് പറയുന്ന നേതാവിന് ഈ പറഞ്ഞ പോലെ, ഈ RSP പറയുന്ന പോലെ എവിടെയാണ് രാഷ്ട്രീയ സ്ഥിരതയുള്ളത്? ഒരിടത്തും രാഷ്ട്രീയ സ്ഥിരതയില്ല. പിന്നെ ആ രാഷ്ട്രീയ സ്ഥിരതയില്ലാത്ത ഒരാളെയാണ് ഇപ്പോൾ UDF കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ ലീഗിനകത്തൊരു പ്രശ്നമുണ്ട്. ലീഗ് ആദ്യഘട്ടത്തിൽ ലീഗ് ഇപ്പോഴും ഒരു മൃദു സമീപനമാണ് ഇക്കാര്യത്തിൽ പുലർത്തുന്നത്. എടുത്താൽ എടുത്തോട്ടെ, പക്ഷേ തങ്ങൾക്ക് ദോഷമുണ്ടാകരുത്. തങ്ങൾക്കെന്ന് പറഞ്ഞാൽ സാദിഖലി തങ്ങൾക്കല്ല, തങ്ങളെപ്പോലുള്ള ഈ ലീഗിന് ദോഷമുണ്ടാകരുത് എന്ന് കരുതുന്നു എന്ന് മാത്രം. അവർ വരുന്നെങ്കിൽ വന്നോട്ടെ, വന്നിട്ട് ഇതിനെ ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള കരുത്ത് കാത്തിരുന്ന് കാണാം. പക്ഷേ RSP മിക്കവാറും മുന്നണി വിടാനാണ് സാധ്യത. RSP പതുക്കെ പഴയ തട്ടകത്തിലേക്ക്, പഴയ ലാവണത്തിലേക്ക് തിരിച്ചു പോകാൻ തന്നെയാണ് സാധ്യത. LDF-ലേക്ക് തന്നെ മറിയാനാണ് സാധ്യത. കാര്യം ഇത് PV അൻവറുമായി ഒത്തുപോകാൻ കഴിയാത്ത പല പ്രശ്നങ്ങളും ഈ പറയുന്ന RSPക്ക് ഉണ്ട് എന്ന് തന്നെ നമുക്ക് കരുതാം. ഇതിനു മുമ്പ് നമ്മളൊരു ചർച്ച ചെയ്തതാണ്, കേരളത്തിലെ വിശാല ഇടത് ചേരി രൂപപ്പെടാൻ പോകുന്നു. അതിൽ RSP ഉണ്ട്,
ഈ പറയുന്ന ഫോർവേഡ് ബ്ലോക്ക് ഉണ്ട്, CMB ഉണ്ട്, RMB ഉണ്ട് തുടങ്ങിയ രാഷ്ട്രീയ കക്ഷികളെല്ലാം കൂടെ ചേർന്നുകൊണ്ട് വിശാല ഇടതുചേരി രൂപപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു വിശാല ഇടതുചേരി രൂപപ്പെടുകയും PV അൻവറിനെ പോലെ CPM-നെ കുറ്റം പറഞ്ഞുകൊണ്ട് നടന്ന ഒരാളെ പിടിച്ച് UDF-ലേക്ക് എത്തിക്കുകയും ചെയ്യുമ്പോൾ ഈ വിശാല ഇടതുചേരിക്ക് പിന്നെ നിഷ്പക്ഷമായി നിൽക്കാൻ സാധിക്കാതെ വരും. അതായത് വിശാല ഇടതുചേരി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാവുകയും അത് ക്രമേണ LDF-ലേക്ക് തന്നെ ചേക്കേറ്റം നടത്തുകയും ചെയ്യും. അവർക്ക് പറ്റിയത് അതാണല്ലോ, ഒരു ഇടതുപക്ഷ ചേക്കേറ്റമാണ് അവർക്ക്. ഒരു പക്ഷേ RMB അതിൽ നിന്ന് വിട്ടു നിന്നാലും ശരി, ബാക്കിയുള്ള നേതാക്കൾ അല്ലെ ബാക്കിയുള്ള പാർട്ടികളെല്ലാം കൂടി ഫോർവേഡ് ബ്ലോക്ക് അടക്കമുള്ളവ ഒരു പക്ഷേ അവിടേക്ക് ചേരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ മിക്കപ്പോഴും ഇങ്ങനെയൊരു രാഷ്ട്രീയ മാറ്റം കേരളത്തിൽ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് ഈ PV അൻവറിൻ്റെ UDF പ്രവേശനത്തോടെ. അതിലിപ്പോൾ തൽക്കാലം എല്ലാവരും അനുകൂലിച്ച് നിൽക്കുന്നുള്ള പലപ്പോഴും അറസ്റ്റ് സമയത്തൊക്കെ ഈ VD സതീശനും രമേശ് ചെന്നിത്തലയും ഈ ഇദ്ദേഹവും കൂടി സുധാകരനും കൂടി എത്രത്തോളമാണ് PV അൻവറിനെ പുകഴ്ത്തി അങ്ങ് വലിയ വലിയ നേതാവാക്കി മാറ്റിയത്. ഇവിടുത്തെ ഒരുപക്ഷെ ഒരു ഘട്ടത്തിൽ നമ്മൾ സംശയിക്കും, K. സുധാകരൻ പറഞ്ഞ് മിക്കവാറും PV അൻവറിനെ വല്ല സ്വാതന്ത്ര്യ സമര നേതാവും മറ്റോ ആക്കുമോ എന്ന് പോലും നമ്മൾ ഭയന്നു പോയ സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് PV അൻവർ വരുന്നതോടുകൂടി RSP തൽക്കാലം മൗനമാണെങ്കിൽ പോലും അവരുടെ ഉള്ളിൽ ഒരു എതിർപ്പ് എവിടെയോ കിടന്ന് പുകയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാതറിക്കാട് ഫേവറേറ്റ് പാല്. കൊഴുപ്പ് കുറഞ്ഞത് കത്രിന ചേച്ചിക്ക്, കൊഴുപ്പുള്ളത് കിങ്ങിണിക്ക്, ജിമ്മൻ ജോണിക്ക് സ്പെഷ്യൽ പാല്. ഹലോ, ഇന്നോട്ട് ഞങ്ങൾക്കും കൂടെ മിൽമ. അല്ല, മിൽമ പാല് പലതരത്തിലുണ്ടല്ലോ, അതിലേതാ? ഞങ്ങൾക്ക് നീലപ്പാക്കറ്റ്. ഓ, അപ്പൊ നിങ്ങൾക്ക് ചായക്കുള്ള പാല് പ്രൈം. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് 5 വേരിയന്റുകളിൽ മിൽമ ഇപ്പോ പുതിയ പാക്കിംഗ്. ടോണ്ടായാലോ? അല്ല, പാലേ. മിൽമ, കേരളം കണി കണ്ടുണരുന്ന നന്മ.